പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് 999 ഈ നോർമൽ ഷൂസ്, ഇതിൽ 2 year വാറണ്ടി പറഞ്ഞ ടീഷർട്ട് ഇതാണ്. ഇത് കേശിയുടെ തന്നെയാണ്. ഈ സൈഡിൽ ഒരു മെഷ് വരുന്നുണ്ട്, സോ സ്വെറ്റിംഗ്. ഹായ്, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. പോകുന്നത് കാടുമലയും കാരണമൊന്നുമല്ല, ഡിക്കാത്തണിലൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പലർക്കും ഞാൻ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഹൈക്കിംഗ് പാൻറ്റൊക്കെയാണ് MH100, ഹൈക്കിംഗ് ഷൂസ് ആണെന്ന് വെച്ചാൽ NH100, അങ്ങനെയൊക്കെ 2-3 കാറ്റഗറി ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനൊക്കെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പറ്റുമെന്ന് അറിയില്ല, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോകണമാണ്. പറ്റുന്ന പോലെ അത് ചെയ്യാം. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇനി നിങ്ങൾക്കത് പോയി മേടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും ഈ കോഡും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ കുറച്ചുകൂടി ഈസി ആവും. അതായത് ഹൈക്കിങ്ങിനും നമ്മുടെ ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് ഹൈക്ക് ആണെങ്കിലും ട്രക്കിങ്ങിൻ്റെ ചില പർപ്പസുണ്ട്. ട്രക്കിങ്ങിന് ഒരിക്കലും യൂസ് ചെയ്യരുത്. എന്നാൽ പോലും വേറൊരു നിർവാഹം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്തിനാണ് ഞാൻ പോകുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. വിട്ടാലോ നമുക്ക്? അങ്ങനെ നമ്മൾ ഡിക്കാത്തണിലേക്ക് പോവുകയാണ്. ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്. നമ്മുടെ ചങ്ങായിമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഹൈക്കിങ്ങിന് ട്രക്കിങ്ങിനായി ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവും എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. ഇതന്നെ തിരക്ക് തന്നെയാണ്. നമുക്ക് ബാഗ് കണക്ക് എന്തായാലും സൈഡിൽ വെച്ചിട്ട് നമുക്ക് കയറാം. എല്ലാവരും വർക്ക് ചെയ്യാറുണ്ട്. ഇവനാണ് നമ്മുടെ ചെക്കൻ ഇമ്മാനുവൽ. ഇവനാണ് നമ്മളന്ന് പ്രോഗ്രാമിന് വിളിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാനൊരു കുഞ്ഞൊരു ഐഡിയ പറഞ്ഞത്, അതായത് ഏത് ഷോപ്പിലാണെങ്കിലും നിങ്ങൾ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും എടുക്കരുത്. നേരെ മറിച്ച് അതിൻ്റെ ബാക്കിൽ, ഏറ്റവും ബാക്കിലുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുക. ഹൈ ചങ്ങായിമാരെ, ഞാനാണ് നിങ്ങൾ സ്വന്തം ജിംസൺ ജില്ലപ്പള്ളി. അപ്പോൾ ഒരു ഡിക്കാത്തണിൽ വന്നിട്ട് യാത്രയുടെ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ഷൂസ് ഏത് വേണം, ടീഷർട്ട്, ഷോർട്സ്, ദെൻ നമ്മൾ മുകളിൽ യൂസ് ചെയ്യുന്ന ഷർട്ട്, ദെൻ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 199 ബാഗാണ്. ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ 499 ഈ ഒരു ബാഗുണ്ട്. ഈ ഒരു ബാഗിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആ ഒരു സെക്ഷനിലാണ് വരുന്നത്. 2 കൊല്ലം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂസ്ഫുള്ളാണ് പ്രൊഡക്റ്റ്. രണ്ടാമത്തെ യൂസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ട്. ഈ ഷർട്ട് വരുന്നത് ഏകദേശം 399 ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസായി. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് കേസ് പറഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് സാൻഡൽസിലേക്കാണ്. ഇത് ഹൈക്കിംഗ് സാൻഡലാണ്, നമ്മുടെ നോർമൽ ഡെയിലി യൂസിനുള്ളതല്ല. അപ്പോൾ സാൻഡൽസ് 599 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷൂസ് നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 999 ഒരു ബേസിക് ഹൈക്കിംഗ് ഷൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഷൂസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് 2 year വാറൻറ്റി ഉണ്ട്. അതിൻ്റെ ഗ്രിപ്പിങ് കാര്യങ്ങളൊക്കെ കംഫർട്ടബിളാണ്. ഞാൻ ഏറ്റവും സ്പീഡിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഷോർട്സ് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാക്ക് സ്യൂട്ട് വരുന്നുണ്ട്. ട്രാക്ക് സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഭാഷയിൽ പറഞ്ഞതാണ്. ഇതിന് 999 ആണ് വരുന്നത്. ഇത് സ്ട്രെച്ചബിൾ ആണ്, ക്വിക്ക് ഡ്രൈ ആണ്, സ്ട്രെച്ചബിൾ ആണ്. സോ ഒരു സമ്മർ ബാക്ക് പാക്കിന് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പാൻറ്റ്. ഈ പാൻറ്റ് കണ്ടു വെച്ചോളൂ. പിന്നെ നിങ്ങൾ ലോങ് ടേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഷർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് ഷർട്ടുകൾ കാണാൻ പറ്റും. 799, 999. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡിൽ പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എമർജൻസി ആയിട്ടുള്ള ID പ്രൂഫ്, പേഴ്സ്, പൈസ കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിക്ക് പോക്കറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡിക്കാത്തണിൽ നിന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ടീഷർട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ ടീഷർട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ലോങ് ടൈം ട്രക്ക് ഓർ ഹൈക്കാണെന്ന് വെച്ചാൽ മെറിൻ മൂൾ മിക്സ് ആയിട്ടുള്ള ടീഷർട്ട് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലത്തെ 999 തൊട്ട് 999 അല്ല, നമുക്കൊരു 299 ഒക്കെ ടീഷർട്ട് ഉണ്ട്. അത് ഈ ഒരു സെക്ഷനിൽ കുറവാണ് തോന്നുന്നു. മാനുവൽ ഇവിടെ 299 ടീഷർട്ട് എത്ര സ്റ്റാർട്ടിങ് വരുന്നത്? 399 പ്രൈസ് ഏതാ? ടീഷർട്ട് കലഞ്ചിൽ മാത്രമല്ല. ഓക്കെ. അപ്പോൾ ടീഷർട്ടുകൾ ഇത് കോട്ടൻ്റെ ടീഷർട്ടുകൾ വരുന്നുണ്ട് 499. പിന്നെ 73% ഓർഗാനിക് കോട്ടൺ. ടീഷർട്ട് ഇങ്ങനത്തെ ടീഷർട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നാമത് 73% ഓർഗാനിക് കോട്ടൺ. സോ നമ്മുടെ ബോഡിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡിക്കാത്തണിൽ നിന്ന് ടീഷർട്ട് ട്രക്കിങ്ങിൻ്റെ ഹൈക്കിങ്ങിൻ്റെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലഞ്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, റണ്ണിങ് ബ്രാൻഡാണ്.
സോ മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ക്വിക്ക് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പുകളാണ് ടീഷർട്ടുകൾ വരുന്നത്. അതല്ലെങ്കിൽ 399 പറഞ്ഞ ടീഷർട്ട് ഇതാണ്. ഇത് കേഷ്യയുടെ തന്നെയാണ്. ഈ സൈഡിൽ ഒരു മെഷ് വരുന്നുണ്ട്, സോ സ്വെറ്റിങ് കാര്യങ്ങളൊന്നും അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ കലം ചീരത്തെ ടീഷർട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ടീഷർട്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഷൂസായി, ടീഷർട്ടായി, ഷോർട്ട്സായി, ഷർട്ടായി, പാൻറ്റായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സമ്മർ ബാക്ക് പാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ചെങ്ങായിമാർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുക എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോളൂ, ബാക്കിയുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തോളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് തന്നോളൂ. ഒരുപാട് സ്നേഹം എല്ലാവരോടും. അടുത്ത വീഡിയോയിൽ കാണാമായിരിക്കും. ബൈ ബൈ.